വാഴ നട്ട് പ്രതിഷേധിച്ചിട്ടും ഫലമില്ല. 3 പീടികയിൽ ഒടുവിൽ നാട്ടുകാർ തന്നെ സ്വന്തം പണം ചെലവഴിച്ച് കുഴികൾ നികത്തി റോഡ് നന്നാക്കാനിറങ്ങി. കയ്പമംഗലം പഞ്ചായത്തിലെ 3 പീടിക ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നിരവധി കുഴികൾ രൂപപ്പെട്ടതോടെ മഴവെള്ളം കെട്ടിനിൽക്കുകയും കാൽനട യാത്രയിൽ വാഹനഗതാഗതവും ദുഷ്കരമാവുകയും ചെയ്തിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി നേരത്തെ നാട്ടുകാർ റോഡിലെ വലിയ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും റോഡ് ഭാഗികമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾക്കൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തുടർന്ന് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുന്നതിനായി പ്രദേശവാസികൾ തന്നെ ഫണ്ട് സ്വരൂപിച്ച് കോറി വേസ്റ്റ് എത്തിച്ച് ചെറിയ കുഴികൾ താൽക്കാലികമായി നികത്തി. ബീച്ച് റോഡിലെ യൂണിയൻ പ്രവർത്തകരുടെ നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഈ പ്രവർത്തനം നടത്തിയത്. എന്നാൽ കോറി വേസ്റ്റ് ഉപയോഗിച്ചുള്ള ഈ അറ്റകുറ്റപ്പണി താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും മഴ ശക്തമായാൽ വീണ്ടും റോഡ് തകരാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തീരദേശ മേഖലയിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ റോഡിന്റെ ശാശ്വത നവീകരണത്തിനായി പഞ്ചായത്ത് അടിയന്തരമായി ഫണ്ട് അനുവദിച്ച് പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മൂന്നൂരിയ ബീച്ച് റോഡിൻ്റെ അവസ്ഥ. വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ജനങ്ങൾക്ക് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ ഈ ശോചനീയ അവസ്ഥ മാറുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് 3 ഭാഗങ്ങളിലായി ഇന്നലെ മുതൽ ഈ നാട്ടുകാരുടെ സഹായം കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കല്ലുകൾ കോറി വേസ്റ്റ് മടിച്ച് ഈ റോഡ് നികത്തുന്നത്. ഇതൊരു പഞ്ചായത്തിനോടും ഇവിടുത്തെ വാർഡിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് ഈ ബീച്ച് റോഡ് സംരക്ഷണ സമിതിയും തീരദേശ